അനുകൂലമായ രാഷ്ട്രീയ കാറ്റാണ് തലസ്ഥാനത്ത് വീശുന്നതെന്ന് ഉറപ്പിച്ചു പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കണം, 2019 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് എതിരെ മത്സരിച്ചത് കുമ്മനം രാജശേഖരനാണ്. ശശി തരൂർ പിടിച്ചത് 4,16,131 വോട്ടുകളാണ് ശശി തരൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചെടുത്തത്. 3,16,142 വോട്ടുകൾ കുമ്മനം രാജശേഖരൻ നേടി. കുമ്മനം BJPയുടെ ഒരു മുഖമാണ്. BJPയുടെ മാത്രമല്ല, ഹിന്ദു മുന്നണിയുടെ, ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ ഒരു മുഖമാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരൻ്റെ ഒരു ജനകീയ സ്വീകാര്യത എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കുമ്മനം രാജശേഖരൻ 3,16,000 വോട്ട് പിടിച്ചു. 1,00,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ വിജയിക്കുകയായിരുന്നു. മൂന്നാം സ്ഥാനത്തെത്തി ആരാണ്? സി ദിവാകരൻ, CPIയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്.